5000 രൂപ മിനിമം ബാലൻസ് ഉള്ള അക്കൗണ്ടിൽ സുഹൃത്തിന്റെ 80,000 രൂപ ഏതാനും ദിവസം കിടക്കുന്നു. പണം പിൻവലിച്ച ശേഷം പരിശോധിച്ചപ്പോൾ മിനിമം ബാലൻസ് ഇല്ലാത്തതിന് 401.93 രൂപ പിഴ വന്നിരിക്കുന്നു. അക്കൗണ്ടിൽ കൂടുതൽ പണം വന്നപ്പോൾ ആക്സിസ് ബാങ്ക് സ്വയം മിനിമം ബാലൻസ് പരിധി ഉയർത്തിയ വിചിത്ര നടപടി. നിയമ നടപടിയുമായി പാലാ സ്വദേശിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പാലാ സ്വദേശിയായ ഉപഭോക്താവിന്റെ അനുമതിയില്ലാതെ മിനിമം ബാലൻസ് പരിധി ഏകപക്ഷീയമായി ഉയർത്തിയ പിഴ ഈടാക്കി പണം തട്ടിയെടുക്കുന്നുവെന്ന് ആരോപിച്ച് ആക്സിസ് ബാങ്കിനെതിരെ ഗുരുതര പരാതി. മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ ABJ ജോസ് ആണ് ആക്സിസ് ബാങ്കിന്റെ പാലാ ശാഖയ്ക്കെതിരെ കോർപ്പറേറ്റ് മോഷണം എന്ന കുറ്റം ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അക്കൗണ്ടിൽ ഒരു നിശ്ചിത കാലയളവിൽ കൂടുതൽ തുക വന്നതിന്റെ പേരിൽ ബാങ്ക് സ്വയം മിനിമം ബാലൻസ് പരിധി ഉയർത്തുകയും പിന്നീട് ആ പരിധി പാലിക്കാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കുകയും ചെയ്തു എന്നാണ് പരാതി. ഈ നടപടി ബാങ്കിന്റെ ചതിയും വഞ്ചനയുമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും പരാതിക്കാരൻ അറിയിക്കുന്നു. 5000 രൂപ മിനിമം ബാലൻസ് അക്കൗണ്ട് 25,000 രൂപയായി ഉയർത്തി. 2008 പാലാ ശാഖയിൽ തുറന്ന അക്കൗണ്ടിൽ മിനിമം ബാലൻസ് 5000 രൂപയായിരുന്നു. ഇത് കൃത്യമായി നിലനിർത്തിയിരുന്നതിനാൽ ഇതുവരെ പിഴയൊന്നും ഈടാക്കിയിരുന്നില്ല. എന്നാൽ അടുത്തിടെ അക്കൗണ്ടിൽ സുഹൃത്തിൻ്റെതായ ഏകദേശം 80,000 രൂപ ഏതാനും ദിവസമുണ്ടായിരുന്നു. ഈ പണം പിൻവലിച്ച ശേഷം കഴിഞ്ഞ ദിവസം അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ 401.93 രൂപ കുറവുണ്ടായതായി ശ്രദ്ധയിൽപ്പെടുന്നു. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ സെപ്റ്റംബർ മാസത്തെ ശരാശരി മിനിമം ബാലൻസ്, അതായത് ആവറേജ് മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിലാണ് പിഴ ഈടാക്കിയതെന്ന് മനസ്സിലായി. ബാങ്കിന്റെ വിചിത്രമായ മറുപടി ഇങ്ങനെയാണ്. ഈ വിഷയത്തെ തുടർന്ന് ആക്സിസ് ബാങ്കിന്റെ പാലാ ശാഖയിൽ ബന്ധപ്പെട്ടപ്പോഴാണ് അക്കൗണ്ടിന്റെ മിനിമം ബാലൻസ് പരിധി 25,000 രൂപയായി ഉയർത്തിയെന്ന ഞെട്ടിക്കുന്ന മറുപടി ലഭിച്ചത്. പരാതിക്കാരൻ ഇത് ചോദ്യം ചെയ്യുകയും 25,000 രൂപ മിനിമം ബാലൻസ് ഉള്ള അക്കൗണ്ട് താൻ എടുത്തിട്ടില്ലെന്നും പരിധി ഉയർത്താനായി അപേക്ഷ നൽകിയിട്ടില്ലെന്നും വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി ബാങ്ക് അധികൃതർ നൽകിയ വിശദീകരണം ഏറെ വിചിത്രമാണ്. അക്കൗണ്ടിൽ കൂടുതൽ പണം കിടന്നിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് സ്വയം അക്കൗണ്ടിന്റെ മിനിമം ബാലൻസിന്റെ പരിധി ഉയർത്തുകയായിരുന്നു. കൂടാതെ അക്കൗണ്ട് പരിധി ഉയർത്തുന്നത് സംബന്ധിച്ച് ഇമെയിൽ അയച്ചിരുന്നുവെന്നും അതിന് മറുപടി നൽകിയില്ലെങ്കിൽ ബാങ്ക് സ്വയം പരിധി ഉയർത്തുമെന്നായിരുന്നു ഇമെയിലിന്റെ ഉള്ളടക്കമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചതായി പരാതിയിൽ പറയുന്നു. ഇത് ഉപഭോക്താവിന്റെ പണ കൈകാര്യം ചെയ്യാനുള്ള അവകാശം കവർന്നെടുക്കുന്നതിന് തുല്യമാണെന്നും ലാഭമുണ്ടാക്കാനുള്ള ബാങ്കിന്റെ തട്ടിപ്പാണിതെന്നും ABJ ജോസ് ആരോപിക്കുന്നു. ഇപ്പോൾ ഈ ഉപഭോക്താവ് നിയമ നടപടിക്കൊരുങ്ങിയിരിക്കുകയാണ്. ആക്സിസ് ബാങ്കിന്റെ ഈ നടപടി ചതി, വഞ്ചന, വ്യാജരേഖ നിർമ്മാണം, മോഷണം, സ്വത്ത് സത്യസന്ധമല്ലാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളുമായി കണക്കാക്കണമെന്ന് പരാതിക്കാരൻ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നീതിന്യായ സംഹിത പ്രകാരം വഞ്ചന സെക്ഷൻ 318 BNS, വ്യാജരേഖ നിർമ്മാണം സെക്ഷൻ 336 BNS, മോഷണം സെക്ഷൻ 314 BNS എന്നീ കുറ്റങ്ങളാണ് ബാങ്ക് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഈ കോർപ്പറേറ്റ് മോഷണത്തിനെതിരെ പ്രചാരണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആക്സിസ് ബാങ്ക് അനധികൃതമായി ഉയർത്തിയ പരിധി നീക്കം ചെയ്യുകയും പരസ്യമായി ഖേദം പ്രകടിപ്പിക്കുകയും മോഷ്ടിച്ചെടുത്ത പണം തിരികെ നിക്ഷേപിക്കുകയും മാനസിക ബുദ്ധിമുട്ടുകൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തുതന്നെയായാലും ഏറെ വിചിത്രമായ മറുപടിയാണ് ആക്സിസ് ബാങ്കിൽ നിന്നും ഉപഭോക്താവിന് ലഭിക്കുന്നത്. എത്രയേറെ ഉപഭോക്താക്കളുള്ള ബാങ്കാണ് ആക്സിസ് ബാങ്ക്. അവരെയെല്ലാം ഇത്തരത്തിൽ വഞ്ചിക്കുകയാണെങ്കിൽ എത്രയേറെ കോടി രൂപയായിരിക്കും ആക്സിസ് ബാങ്ക് തട്ടിയെടുത്തിട്ടുണ്ടാവുക. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.